പരിചയപ്പെടുന്ന പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മക്കളൊക്കെ എക്സാമിൻ്റെ കടുത്ത പ്രിപ്പറേഷനിലാണെന്ന് മിസ്സിന് അറിയാം. ആ പ്രിപ്പറേഷന് കുറച്ചൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്സ്യൂളുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. Don't miss it. നോക്കേ, എന്താണ് ഗാലക്സികൾ? ഗാലക്സീസ് ആർ ക്ലസ്റ്റേഴ്സ് ഓഫ് മില്യൺസ് ഓഫ് സ്റ്റാർസ്. അതായത് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് ഗാലക്സികൾ എന്ന് പറഞ്ഞാൽ. ഈ നക്ഷത്രങ്ങൾ എന്താ ഇങ്ങനെ ട്വിങ്കിൾ ചെയ്യാൻ കാരണം? എന്തുകൊണ്ടാ? നക്ഷത്രങ്ങൾ ഒരുപാട് അകലെയാണുള്ളത്. ആ അകലെയുള്ള നക്ഷത്രങ്ങളുടെ ലൈറ്റ് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴേക്കും അത് എന്ത് പല പ്രാവശ്യം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വെച്ച് ഡിഫ്ലക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ദിശാവ്യതിയാനത്തിന് കാരണമാകും. അതുകൊണ്ടാണ് നമുക്ക് ഈ സ്റ്റാർസ് ഇങ്ങനെ ട്വിങ്കിൾ ചെയ്യുന്നതായിട്ട് തോന്നാൻ കാരണം. അത് ശരിക്കും ട്വിങ്കിൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ എന്തൊക്കെ സെലസ്ട്രിയൽ ബോഡീസാണ് ഉള്ളത്? എന്തൊക്കെ ആഘോഷഗോളങ്ങളാണ് ഉള്ളത്? പ്ലാനറ്റ്സ്, ഡ്വാർഫ് പ്ലാനറ്റ്സ്, അതേപോലെ കോമറ്റ്സ്, ആസ്ട്രോയിഡ്സ്, മൂണ്, ഗ്രഹങ്ങൾക്കുള്ള ഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ചന്ദ്രൻ, ഇതൊക്കെ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ സൗരയൂഥത്തിന്റെ ഭാഗമാണ്. ആരാണ് ഈ സൗരയൂഥത്തിന്റെ ദ സൺ ഈസ് ദ സെന്റർ ഓഫ് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞതാരാണ്? എന്ന് കണ്ടുപിടിച്ചതാരാണ്? നിക്കോളസ് കോർപ്പസ്നിക്കസ് ആണ് സൺ ഈസ് ദ സെന്റർ ഓഫ് ദ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞത്. ഓക്കെ, നോക്കേ, എന്താണ് സൈഡീരിയൽ മന്ത് അല്ലെങ്കിൽ നക്ഷത്രമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മൂൺ ടേക്സ് 27.3 days ഓർബിറ്റ് ദ എർത്ത് വൺസ്. ദിസ് ഈസ് കോൾഡ് എ സൈഡീരിയൽ മന്ത്. അതായത് ഭൂമിയെ ചന്ദ്രൻ, മൂൺ ഒരു പ്രാവശ്യം ഇങ്ങനെ ഓർബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 27.3 days ആണ് എടുക്കുക. ഇതിനെയാണ് എന്ത് പറയുക? ഒരു നക്ഷത്രമാസം അല്ലെങ്കിൽ സൈഡീരിയൽ മന്ത് എന്ന് പറയാം. ഓക്കെ, നമ്മുടെ ഈ ഒരു ഭൂമി, ഈ ഒരു ഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പാതയാണ്, ഈ ഒരു പാത്തിനെയാണ് എന്ത് പറയാ? ഓർബിറ്റ് എന്ന് പറയാൽ. ഈ ഒരു ഭ്രമണപഥം, ദ ഓർബിറ്റ് ഈസ് ദ പാത്ത് ഓഫ് ദ സെലസ്ട്രിയൽ ബോഡീസ് അറൗണ്ട് ദ സൺ. ഈ ഒരു സണ്ണിനെ, ഈ ഒരു ഗ്രഹങ്ങൾ ഇങ്ങനെ ചുറ്റുന്ന, ഈ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു പാതയാണ് എന്ത് പറയാ? ഓർബിറ്റ് എന്ന് പറയാ. ഓക്കെ, ഈ ഒരു പ്ലാനറ്റ്സ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ്, അതായത് എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് ആണ്. അതായത് ദീർഘവൃത്താകാരമായ പാതയിലാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ പ്ലാനറ്റ്സ് ആൻഡ് ദ സൺ ദാറ്റ് ഹെൽപ്സ് ടു പ്ലാനറ്റ്സ് മൂവ് അലോങ് ദെയർ ഫിക്സഡ് ഓർബിറ്റ്സ്. ഈ ഒരു ഓർബിറ്റ്സിലൂടെ ഇങ്ങനെ കറങ്ങാൻ ഈ ഒരു സൂര്യനെയും ഗ്രഹങ്ങൾക്കിടയിലും പ്ലാനറ്റ്സിനിടയിലും എന്തുണ്ട്? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്തുണ്ട്? ആകർഷണ ബലമുണ്ട്. ഈ ആകർഷണ ബലമാണ് അവയെ ഇങ്ങനെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? സഹായിക്കുന്നത്. ഈ ഒരു ഗ്രഹങ്ങൾ ഇങ്ങനെ സൂര്യനെ കറങ്ങുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ എന്താണ്? അതിൻ്റെ തന്നെ ആക്സിസിൽ, ഇറ്റ്സ് ഓൺ ആക്സിസ്, അതെന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ പ്ലാനറ്റ്സും സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇമാജിനറി ആക്സിസിൽ എല്ലാ ഗ്രഹങ്ങളും അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് സണ്ണിനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനോടൊപ്പം സ്വയം എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഭൂമി നോക്കിയേ, നല്ല ഭംഗിയുള്ള ഭൂമി അല്ലേ? എന്തുകൊണ്ടാണ് ഈ ഭൂമിനെ ഇങ്ങനെ ബ്ലൂ കളറിൽ കാണാൻ കാരണം? എന്തുകൊണ്ടാ? കമന്റ് ബിലോ. ഓക്കെ, 71% നമ്മുടെ ഈ ഒരു സ്പേസിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ സർഫേസിൽ ഈ ഒരു ഭൂമി ഇങ്ങനെ ബ്ലൂ കളറായിട്ട് കാണാൻ കാരണം അതിൻ്റെ സർഫേസിൽ 71% എന്താണ്? ജലമാണ്, വാട്ടറാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഭൂമിയെ നീല നിറത്തിൽ കാണാൻ കാരണം. ഓക്കെ, അപ്പോൾ ഭൂമി എവിടെ നിന്ന് എങ്ങോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്? വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് തോന്നുന്ന കാരണം. ഏതാണ്? വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭ്രമണം ചെയ്യുന്നത്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കുക? 23 hours 56 minutes 4 seconds ആണ്. 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡും. ഓക്കെ, ഭ്രമണം, ഈ ഭ്രമണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അതിങ്ങനെ സ്വയം ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ് രാത്രിയും പകലും, ഡേയും നൈറ്റും ഇങ്ങനെ മാറി മാറി വരാൻ കാരണം. അതേപോലെ ഈ ഒരു സണ്ണിനെ എർത്ത് ഇങ്ങനെ റവല്യൂഷൻ, പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സീസൺസ് നോക്കിയേ, സ്പ്രിംഗ് സീസൺ, സമ്മർ സീസൺ, ഓട്ടം സീസൺ, വിന്റർ സീസൺ. സീസൺസ് ഇങ്ങനെ മാറി മാറി വരാൻ കാരണം എന്താണ്? റവല്യൂഷൻ കാരണമാണ്. ഈ ഒരു കാര്യങ്ങൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്? നോക്കാതെ പോരുത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.